ഹായ് ഓൾ, എൻ്റെ പേര് അശ്വതി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തുകൊണ്ടാണ് +2 കഴിഞ്ഞിട്ട് കുട്ടികൾ MBBS ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. MBBS ചൂസ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് അവരവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിൽ കുറച്ച് റീസൺസ് ആണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കറിയാം, ഒരാളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. വിദ്യാഭ്യാസത്തിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു MBBS ആണെങ്കിലും നമ്മൾ ഏതൊരു കോഴ്സ് ചെയ്താലും അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ട് ആ ഒരു പ്രൊഫഷൻ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് എന്ന് പറയും. MBBS എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി. ഈ MBBS എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ +2 കഴിഞ്ഞ് തിരഞ്ഞെടുക്കുന്ന ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രൊഫഷണൽ കോഴ്സാണ്. നമ്മുടെ പാഷൻ ഒത്തിട്ടുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തൊരു കോഴ്സ് വേണ്ടെന്ന് വെക്കുന്നതും രണ്ടും വൈസായിട്ടുള്ള ഡിസിഷനാണ്. ഇനി നമുക്കറിയാം, മനുഷ്യനുള്ളിടത്തോളം കാലം രോഗങ്ങളും അതുപോലെ തന്നെ രോഗികളുമുണ്ട്. അപ്പോൾ ഡോക്ടറിന്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടും കുട്ടികൾ ചൂസ് ചെയ്യുന്നുണ്ട്. അതായത് മെഡിസിൻ പഠിച്ചിട്ട് അവരുടെ ഒരു കരിയർ സ്റ്റെബിലിറ്റി എന്താണെങ്കിലും അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് കുട്ടികൾ മെഡിസിൻ ചൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഫാമിലിയിൽ തന്നെ ഇപ്പം അച്ഛനോ അമ്മയോ ഒക്കെ ഡോക്ടേഴ്സ് ആയിട്ടുള്ളവർ ആ ഒരു പ്രൊഫഷൻ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ചൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ മറ്റ് ചിലരെന്ന് പറഞ്ഞാൽ ഒരു സർവീസ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ മറ്റ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പം കുറച്ചും കൂടെ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കാത്ത പ്രൊഫഷൻ ആണെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് എടുക്കണം, പക്ഷെ അത് ഒരു കുറച്ച് സർവീസ് ഓറിയന്റഡ് ആയിട്ട് വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ചൂസ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് MBBS. ഇനി ഫിനാൻഷ്യലി നോക്കിയാലും ഇമോഷണലി നോക്കിയാലും ഒരു റിവാർഡിങ് കരിയർ തന്നെയാണ് MBBS എടുത്തു കഴിഞ്ഞിട്ട് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് കിട്ടുന്ന സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന നമുക്ക് റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ ഈ ഒരു പ്രൊഫഷന് ഒന്ന് വേറെ തന്നെയാണ്. ഇനി ഓഫ് കോഴ്സ് സാലറി ഒരു ഘടകം തന്നെയാണ്. നമ്മളിപ്പം വർക്ക് ചെയ്യുന്നത് എത്രയൊക്കെ ആണെങ്കിലും നമുക്കൊരു സാലറി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണല്ലോ. അപ്പോൾ ഒരു ഡോക്ടറുടെ സാലറി എന്ന് പറയുന്നത് നമുക്ക് ഒരു ആവറേജ് ആനുവൽ സാലറി ഒരു 6.9 lakhs വരെയൊക്കെ വരുന്നുണ്ട്. അപ്പം അതും നമ്മളെ അട്രാക്ട് ചെയ്യുന്ന, കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മുടെ സാലറിയിലൂടെയാണല്ലോ. അപ്പം അതും അവരെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കോഴ്സിലേക്ക്. അപ്പോൾ MBBS ചൂസ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ബി കോൺഫിഡൻറ്റ്. നിങ്ങൾ എന്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ പഠനവുമായിട്ട് മുന്നോട്ട് പോവുക.